ലിബറലിസത്തിന് ഒരു ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രിസ്ക്രൈബ്ഡ് ബുക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ്. ഒരു ബൈബിൾ കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഭഗവത്ഗീത കൊണ്ടുവരാൻ പറഞ്ഞാൽ അതിന് സാധിക്കും. ഖുർആൻ കൊണ്ടുവരാൻ പറഞ്ഞാൽ അതിന് സാധിക്കും. ലിബറലിസത്തിൻ്റെ ഒരു പുസ്തകം കൊണ്ടുവരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധിക്കുകയില്ല. എന്താ കാരണം? സഹോദരങ്ങളെ, അതിന് അങ്ങനെ ക്രോഡീകരിക്കപ്പെട്ട ഒരു വ്യവസ്ഥയില്ല. മറിച്ച് അത് മുഴുവൻ ദേഹേച്ഛയാണ്. എന്താണ് നമ്മുടെ ദേഹത്തിന് തോന്നുന്നത്, അതിന് എന്താണ് നമ്മുടെ ഇച്ഛയായിട്ട് നമുക്ക് തോന്നുന്നത്, അത് മുഴുവൻ ദേഹത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന് അത് ആസ്വദിക്കുക പരമാവധി എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനം. പക്ഷേ ഇസ്ലാമിന് കൃത്യമായിട്ടുള്ള ഒരു പ്രമാണമുണ്ട്. ലിബറലിസത്തിൻ്റെ, പുരോഗമനവാദത്തിൻ്റെ പ്രയോക്താക്കൾ സമൂഹത്തിൽ നൽകിയ സംഭാവന സഹോദരങ്ങളെ ഇസ്ലാമിക പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ മഹത്തായിട്ടുള്ള വേദിയിൽ വെച്ചുകൊണ്ട് പറയാൻ സാധിക്കാത്ത പലതുമാണ് അതിലുള്ളത് എന്ന ഖേദകരമുണ്ട് ഈ വിഷയം പറയാൻ. നമ്മുടെ ഒരു പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ പറയാൻ കഴിയാത്ത മ്ലേച്ഛകരമായിട്ടുള്ള വിഷയങ്ങളായിരിക്കും അതിൽ സമൂഹത്തിന് ഇവർ നൽകിയിട്ടുള്ള സംഭാവനകൾ എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്.